ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗം ബിനൂസ് കറിയ. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾക്കെതിരെ താൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ബിനൂസ് കറിയ ആരോപിച്ചു. 9-ാം തീയതി കത്ത് കിട്ടുന്നു, 16-ാം തീയതി അത് വളരെ വേഗത്തിൽ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി. ഏതാണ്ട് 10-20 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ റീസർവേ പൂർത്തിയാക്കി ഇതിനെ എല്ലാം സാധൂകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം ജില്ലയിലെ ഒരു സ്ഥിതി, ജില്ലയിലെ ഒരു വീട് വയ്ക്കാൻ അപേക്ഷ കൊടുത്താൽ അതിന് NOC കിട്ടാത്ത ഒരു സാഹചര്യമാണ് പല മേഖലയിലുള്ളത്, പ്രത്യേകിച്ച് പൈസന്മാർ വില്ലേജിലൊക്കെ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ പട്ടയത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മറ്റു പരിശോധനകളോ നടത്താതെ വളരെ വേഗത്തിൽ ഇതിൻ്റെ പേപ്പറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചതിന് വേണ്ടി അവർക്ക് കിട്ടിയ പാരിതോഷികങ്ങൾ മാത്രമല്ല, പിന്നിൽ രാഷ്ട്രീയ പിൻബലം കൂടി കിട്ടിയതുകൊണ്ടാണ് അവരത് ചെയ്യാൻ തയ്യാറായത് എന്നുള്ളൊരു വിഷയമാണുള്ളത്. ചക്രമുടിയിലെ റവന്യൂ ഭൂമിക്ക് അനധികൃതമായി പട്ടയം നൽകിയ സംഭവം CPIയെയും വകുപ്പ് മന്ത്രിയെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി CPI ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗം ബിനൂസ് കറിയ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു, അടിമാലി മണ്ഡലം സെക്രട്ടറി ഷാജി എന്നിവർക്കെതിരായി താൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ബിനൂസ് കറിയ പറഞ്ഞു. പരാതിക്കാരനായ തന്നോട് ജില്ലാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതായും ബിനൂസ് കറിയ തൊടുപുഴയിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 10 വർഷം അടിമാലി പാർട്ടി മണ്ഡല സെക്രട്ടറി ആയിരുന്നു. AITUCയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ ചൊക്കട മുറിയുമായി ബന്ധപ്പെട്ട് ദേവികുളം താലൂക്കിലെ പൈസന്മാലി വില്ലേജിലെ ചൊക്കട മുറിയുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം വിവാദമായ വാർത്തകളും മറ്റ് ചില കാര്യങ്ങളൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആലോചിച്ചത്. ഞാനുമായി ബന്ധപ്പെട്ട് പ്രധാനമായി വരുന്ന വാർത്ത എന്ന് പറയുന്നത്, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുത്തു എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ മാസം 4-ാം തീയതി ഈ ചക്രമുടി വിഷയത്തിൽ, ഈ കയ്യേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് K. സലിംകുമാറിനും പാർട്ടിയുടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം അടിമാലി മണ്ഡലത്തിൻ്റെ ചുമതലക്കാരിയായ ജയ മധുവിനും പാർട്ടിയുടെ അടിമാലി മണ്ഡലം സെക്രട്ടറി KM ഷാജിക്കും ഈ കയ്യേറ്റത്തിൻ്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നതിൽ അവരാണ് ഇതിനെ സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. വിവാദ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനായി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതി വേഗത്തിൽ താലൂക്ക് LA ഓഫീസിലേക്ക് തിരികെ എത്തിയതും വിഷയത്തിൽ റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്നും ബിനൂസ് കറിയ പറഞ്ഞു. ഞാൻ പാർട്ടി ഇത്രയും ദിവസം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഇപ്പോഴുമാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ആ തത്വം പാലിച്ചുകൊണ്ട് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും മറ്റ് ചില വാർത്തകൾ പുറത്തേക്ക് വരും. ഞാൻ CB ജോസഫിനോട് പണം ചോദിച്ചു എന്ന് പറയുന്ന വാർത്ത വരുന്നു. ചില പത്രങ്ങൾ CB ജോസഫിന് വെള്ളപൂശുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. CB ജോസഫ് നല്ല കുറ്റക്കാരൻ, മറ്റാരാണ് കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ CB ജോസഫിന് വെള്ളപൂശുന്ന തരത്തിൽ, അല്ലെങ്കിൽ CB ജോസഫിനെ സഹായിച്ചവരെ വെള്ളപൂശുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളും മറ്റ് പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണണമെന്ന് ആലോചിച്ചത്. പരാതിക്കാരനായ താൻ CB ജോസഫിൽ നിന്നും പണം വാങ്ങിയതായി വാർത്തകൾ വരുന്നുണ്ടെന്നും ഇതിനൊപ്പം ഈ ആരോപണങ്ങളിലെ യാഥാർത്ഥ്യവും പുറത്തു വരണമെന്നും ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിനൂസ് കറിയ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, MG ന്യൂസ്. Chartered Accountancy CA, Cost and Management Accountant CMA India, Certified Management Accountant CMA US, Association of Chartered Certified Accountants ACCA, Company Secretaryship CS, Certified Public Accountant CPA മുതലായ ഉയർന്ന ശമ്പളത്തോടെ വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ. എന്തുകൊണ്ട് iCAMS Academy? Face to face lecturing and revising, simplified learning programs for best results, award winning academic program Learn and Relearn, systematic planning and time bound coaching, all Kerala top rank and pass percentage. തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് iCAMS Academy, തൊടുപുഴ 8129353330.
മൂവാറ്റുപുഴ 8593 00582 www.icamsonline.com